നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം ഫീൽ ചെയ്യാറുണ്ട്, മുഖം മാറിയതുപോലെ. പക്ഷെ എന്താണ് മാറിയതെന്ന് കൃത്യമായി മനസ്സിലാകില്ല. സ്കിൻ കെയർ സെയിം ആണ്, ഉറക്കവും ഏതാണ്ട് സെയിം ആണ്, എന്നിട്ടും മുഖത്ത് പഴയ ഫ്രഷ്നെസ് കാണില്ല. കാരണം പ്രായമാകുന്നത് ചുളിവുകൾ വന്നതിന് ശേഷമല്ല തുടങ്ങുന്നത്, അതിനു മുൻപേ തന്നെ നമ്മുടെ മുഖം ചില ചെറിയ സൂചനകൾ കാണിക്കാൻ തുടങ്ങും. ചില മാറ്റങ്ങൾ വളരെ ചെറിയ രീതിയിലായിരിക്കും, പക്ഷേ അവ ഇഗ്നോർ ചെയ്യാതെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും എങ്ങനെയാണെന്ന് വരെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വേഗത്തിൽ ഏജിങ് ആകുന്നുവെന്ന് മുഖം കാണിക്കുന്ന 5 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലാദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമെന്ന് പറയുന്നത് മുഖത്ത് എപ്പോഴും കാണുന്ന ഒരു ക്ഷീണമാണ്. അത് സാധാരണ ടയർഡ് ലുക്കല്ല, എത്ര ഉറങ്ങിയാലും എത്ര സ്കിൻ കെയർ ചെയ്താലും മുഖത്ത് നിന്ന് പോകാതെ നിൽക്കുന്ന ഒരു ഡൾനെസ്. പലരും ഇത് വെറും ഉറക്കക്കുറവാണെന്ന് കരുതും. എന്നാൽ ഇത് ഏജിങ് സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൈനാണ്. കാരണം നമ്മുടെ സ്കിൻ ഒരു ഔട്ടർ കവറിങ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് പുറത്തേക്ക് കാണിക്കുന്ന ഒരു മിറർ കൂടിയാണ്. നമ്മൾ ദീർഘകാലമായിട്ട് സ്ട്രെസ്സിൽ കഴിയുമ്പോൾ ബോഡിയിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഈ കോർട്ടിസോൾ കൂടുതലാകുമ്പോൾ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. കൊളാജനാണ് നമ്മുടെ മുഖത്തിന് ഒരു ഫെയർനെസ്സും ഒരു യൂത്ത്ഫുൾ ലുക്കും ഒക്കെ നൽകുന്നത്. അത് കുറഞ്ഞാൽ സ്കിൻ സ്ലോലി ടയേർഡായി കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ സ്ട്രെസ് കൂടുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും അഫക്റ്റഡ് ആവും. അതുകൊണ്ട് സ്കിൻ സെൽസിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും ശരിയായ രീതിയിൽ കിട്ടാതെ വരും. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? മുഖത്ത് ഫ്രഷ്നെസ് കുറയും, അണ്ടർ ഐ ഏരിയ ഡാർക്കാകും, സ്കിന്നിന് ഒരു ജീവനില്ലാത്തതുപോലെ ഒരു ലുക്ക് വരും. പല സ്ത്രീകളും പറയാറുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ട് പക്ഷേ മുഖം പഴയതുപോലെ ഫ്രഷ് അല്ല. അത് പലപ്പോഴും പ്രായം കൊണ്ടല്ല, ക്രോണിക് സ്ട്രെസ്സ്, ശാരീരികമായ ക്ഷീണം, മാനസികമായ ക്ഷീണം ഇവയൊക്കെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഹെൽത്തി ഏജിംഗ് ഉള്ള ആളുകളുടെ മുഖത്ത് റിങ്കിൾസ് ഉണ്ടെങ്കിലും ഒരു ജീവനുണ്ടാകും. പക്ഷേ സ്ട്രെസ് ഏജിംഗ് ഉള്ള ആളുകൾക്ക് പ്രായം കുറവായാലും മുഖത്തൊരു ക്ഷീണം സ്ഥിരമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് മുഖത്തെപ്പോഴും ക്ഷീണം കാണുന്നത് വെറും ബ്യൂട്ടി ഇഷ്യൂ ആയി മാത്രം കാണരുത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളോട് എന്നെ കുറച്ച് ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന ഒരു സൂചനയായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രധാന ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണിന് താഴെ കാണുന്ന കറുപ്പും കുഴിവുമാണ്. പലരും ഇത് വെറും പ്രായം കൊണ്ടാണ് വരുന്നതെന്ന് കരുതും. പക്ഷേ അണ്ടർ ഐ ഏരിയ നമ്മളുടെ ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിഫ്ലക്ഷനായി തന്നെയാണ് കാണുന്നത്. കാരണം നമ്മുടെ സ്കിന്നിലെ ഏറ്റവും തിന്നായ സ്കിന്നുള്ള ഭാഗങ്ങളിലൊന്നാണ് കണ്ണിന് താഴെയുള്ള ഭാഗം. അതുകൊണ്ട് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചെറിയ ചേഞ്ചസ് പോലും അവിടെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ലോങ് ടേം സ്ട്രെസ് ഉള്ളപ്പോൾ, ഓവർ തിങ്കിങ്, ഇമോഷണൽ പ്രഷർ, ഉറക്കക്കുറവ് ഇവ നീണ്ടു നിൽക്കുമ്പോൾ ആദ്യം ബാധിക്കുന്ന ഭാഗങ്ങളിലൊന്നാണ് അണ്ടർ ഐ ഏരിയ. നമ്മൾ സ്ഥിരമായ സ്ട്രെസ്സിൽ കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരും. അതുകൊണ്ട് കണ്ണിന് താഴെയുള്ള ചെറിയ ബ്ലഡ് വെസൽസ് കൂടുതൽ വിസിബിളായിട്ട് കാണാൻ തുടങ്ങും. അതാണ് ഡാർക്ക് അപ്പിയറൻസ് കൂടാൻ ഒരു കാരണം. അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി കുറയുമ്പോൾ സ്കിൻ റിപ്പയർ പ്രോസസ്സ് ശരിയായി നടക്കില്ല. നോർമലി രാത്രി ഉറങ്ങുമ്പോഴാണ് ബോഡി കൊളാജൻ റിപ്പയറും സെൽ റിക്കവറിയും ചെയ്യുന്നത്. പക്ഷേ മൈൻഡ് കണ്ടിന്യൂസ്ലി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ബോഡി റെസ്റ്റിങ്ങിലായാലും ബ്രെയിൻ പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യാറില്ല. അപ്പോൾ മുഖത്തൊരു ടയർഡ്നെസ് നിലനിൽക്കും. അതുകൊണ്ട് അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ ഒരു ബ്യൂട്ടി ഇഷ്യൂ ആയിട്ട് മാത്രം കാണരുത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്സ് ഇതിൻ്റെയൊക്കെ സൈലൻറ്റ് സിഗ്നൽ ആയിരിക്കും. ഹെൽത്തിയായ ഒരു മുഖമെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്കിൻ ടോൺ മാത്രമല്ല, കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകണം, ഒരു ജീവൻ ഉണ്ടാകണം. അതാണ് ഒരാളെ നാച്ചുറലി യൂത്ത്ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്നറിയാമോ? മുഖത്തിൻ്റെ നാച്ചുറൽ സോഫ്റ്റ്നെസ് കുറയുന്നത്. അതായത് മുഖം എപ്പോഴും ടൈറ്റ് ആയതുപോലെയും ഹെവി ആയതുപോലെയും തോന്നുക. ചില ആളുകളെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ചിരിക്കുമ്പോഴും മുഖത്തൊരു റിലാക്സ്ഡ് ഫീല് കാണില്ല. മുഖം എപ്പോഴും കുറച്ച് പിടിച്ചു നിൽക്കുന്നത് പോലെ, വലിഞ്ഞു മുറുകിയതുപോലെ തോന്നും. ഇത് പലപ്പോഴും സ്കിൻ കെയർ കൊണ്ടോ പ്രായം കൊണ്ടോ മാത്രം വരുന്ന കാര്യങ്ങളല്ല. നമ്മൾ ദീർഘകാലമായി ടെൻഷൻ, ഇമോഷണൽ പ്രഷർ, ഓവർ തിങ്കിങ് ഇതുമായി ജീവിക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ മാത്രമല്ല
മുഖത്തിലെ മസിൽസിലും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് ജോ ഏരിയ, നെറ്റി, കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് ഇവയെല്ലാം നമ്മൾ അറിയാതെ തന്നെ ടൈറ്റായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് മുഖത്തിൻ്റെ നാച്ചുറൽ എക്സ്പ്രഷൻസ് പതിയെ കുറയാൻ തുടങ്ങും. മുഖത്ത് സോഫ്റ്റ്നെസ്സിന് പകരം ഒരു സ്റ്റിഫ്നെസ് വരും. ഇത് ചിലപ്പോൾ വളരെ ചെറുതായിട്ടായിരിക്കും കാണുക, എന്നാൽ ഒരാളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. കാരണം അവരുടെ മുഖം ഒട്ടും റിലാക്സ്ഡ് ആയ അവസ്ഥയിലല്ല. ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് റിങ്കിൾസ് ഇല്ലാത്ത ഫേസ് മാത്രമല്ല, മൂവ്മെൻ്റ് ഉള്ള ഫേസ് കൂടിയാണ്. നാച്ചുറലി എക്സ്പ്രസീവായ ഫേസ് ആണ്. പക്ഷേ സ്ട്രെസ്സ് കൂടുമ്പോൾ മുഖം പതിയെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എക്സ്പ്രഷൻസ് കുറയും. മുഖത്തൊരു ടൈറ്റ്നെസ് വരും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പ്രായം കുറവായിട്ടും മുഖം തളർന്നതുപോലെയായിട്ട് തോന്നുന്നത്. മുഖത്തിന് വീണ്ടും സോഫ്റ്റ്നെസ് വരണമെങ്കിൽ സ്കിൻ കെയർ മാത്രം പോരാ, മൈൻഡിനും റിലാക്സേഷൻ വേണം. കാരണം മനസ്സെപ്പോഴും ടെൻഷനിലാണെങ്കിൽ അതൊരു ദിവസം മുഖത്ത് കാണാൻ തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്നറിയാമോ? മുഖത്തിൻ്റെ ഗ്ലോ പതിയെ നഷ്ടപ്പെടുന്നത്. അതായത് സ്കിൻ കെയർ ചെയ്താലും മുഖത്ത് പഴയ പോലെ ഫ്രഷ്നെസ് ഇല്ലാത്തതും തിളക്കമില്ലാത്തതുമായ ഒരു അവസ്ഥയിലേക്ക് പോകും. പലരും ഇതിനെ സ്കിൻ പ്രോബ്ലമായി മാത്രം കാണും. പക്ഷേ ഈ സ്കിൻ ഗ്ലോ എന്നത് ഫെയർനെസ്സിനോട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. ഹെൽത്തി ബ്ലഡ് സർക്കുലേഷൻ, നല്ല ഉറക്കം, ബാലൻസ്ഡ് ഹോർമോൺ, മെൻ്റൽ വെൽബീയിങ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് എക്സ്പെൻസീവ് സ്കിൻ കെയർ ഒന്നുമില്ലാതെ മുഖത്തൊരു ഫ്രഷ്നെസ് കാണുന്നത്. അതേസമയം ചില ആളുകൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടും മുഖം ടയേർഡായി തോന്നുകയും ചെയ്യും. പ്രത്യേകിച്ച് ദീർഘകാലം സ്ട്രെസ്സിലൂടെ പോകുമ്പോൾ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. അപ്പോൾ ബോഡി ആദ്യം ശ്രദ്ധിക്കുന്നത് എസെൻഷ്യൽ ഓർഗൻസിനെയാണ്. സ്കിൻ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് എനർജിയും റിപ്പയറും കുറയാൻ തുടങ്ങും. അതിൻ്റെ ഇഫക്റ്റ് ആദ്യം കാണുന്നത് മുഖത്താണ്. അതിനു പുറമെ സ്ട്രെസ് കൂടുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി കുറയും, ഹോർമോൺ ബാലൻസ് കുറയും, ഇൻഫ്ലമേഷൻ കൂടും. ഇതൊക്കെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോയെ ബാധിക്കും. അതുകൊണ്ടാണ് മനസ്സ് വളരെ ടയേർഡായിരിക്കുന്ന സമയങ്ങളിൽ മുഖവും ഡള്ളായിട്ട് തോന്നുന്നത്. ചില ആളുകളുടെ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നും അവരുടെ മുഖത്തിന് ഒരു ജീവനില്ല എന്ന്. അത് എല്ലായ്പ്പോഴും സ്കിൻ കെയർ ഇഷ്യൂ മാത്രമല്ല, ചിലപ്പോൾ അത് ഉള്ളിലെ ക്ഷീണം പുറത്തേക്ക് കാണുന്നതാണ്. അപ്പോൾ ഹെൽത്തി യൂത്ത്ഫുൾ സ്കിൻ എന്ന് പറയുന്നത് നല്ല തിളക്കമുള്ള ജീവനുള്ള ഒരു സ്കിന്നാണ്, ഒരു ഫ്രഷ്നെസ് ഉള്ള മുഖമാണ്, കാണുമ്പോൾ തന്നെ റിലാക്സ്ഡ് ഫീൽ നൽകുന്ന മുഖമാണ്. അതുകൊണ്ട് മുഖത്തിൻ്റെ ഗ്ലോ നഷ്ടപ്പെടുന്നത് വെറും പുറത്തെ പ്രശ്നമായി മാത്രം കാണരുത്. ചിലപ്പോൾ അത് ശരീരവും മനസ്സും റീസെറ്റ് ആവശ്യപ്പെടുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഇനി അഞ്ചാമത്തെ ഒരു പ്രധാന ലക്ഷണം എന്താണെന്നറിയാമോ? മുഖത്തിൻ്റെ ഷേപ്പ് പതിയെ മാറാൻ തുടങ്ങുന്നതാണ്. അതായത് മുഖം പഴയ പോലെ ലിഫ്റ്റഡായി കാണാതെ ചെറിയ രീതിയിൽ താഴേക്ക് സാഗ് ചെയ്തതുപോലെയുള്ളൊരു ഫീൽ വരും. പ്രത്യേകിച്ച് ചീക്ക് ഏരിയ, മൗത്തിൻ്റെ സൈഡ്, ജോ ലൈൻ ഇവിടെയൊക്കെ ഹെവിനെസ് വരാൻ തുടങ്ങും. പലരും ഇത് വെയ്റ്റ് ഗെയിൻ ആണ്, തടി കൂടിയത് കൊണ്ടാണ് എന്ന് കരുതും. പക്ഷേ എല്ലാ സമയത്തും അതല്ല കാരണം. ഏജിംഗ് പ്രോസസ്സ് കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഫേംനെസ് നൽകുന്ന കൊളാജനും ഇലാസ്റ്റിനും കുറയാൻ തുടങ്ങും. അതോടൊപ്പം ഫേഷ്യൽ മസിൽസിൻ്റെ ഫാറ്റ് സപ്പോർട്ടും സ്ലോവിലി വീക്കാകും. അതുകൊണ്ടാണ് ഫേസ് പഴയതുപോലെ ടൈറ്റായിട്ട് നിൽക്കാത്തത്. ഗ്രാവിറ്റി കാരണം പതിയെ താഴേക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നത്. റിങ്കിൾസ് വരുന്നതിന് മുൻപേ തന്നെ ഫേസിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ തുടങ്ങാം. പ്രത്യേകിച്ച് സ്ട്രെസ്, ഉറക്കക്കുറവ്, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ഈ ഒരു പ്രോസസ്സിനെ വേഗത്തിലാക്കാം. അതുകൊണ്ട് ചില ആളുകളെ കാണുമ്പോൾ മുഖം പഴയതുപോലെ ഫ്രഷ് അല്ല എന്ന് തോന്നുന്നത് സ്കിൻ ടോൺ കൊണ്ട് മാത്രമല്ല, മുഖത്തിൻ്റെ ഓവറോൾ ഷേപ്പ് മാറാൻ തുടങ്ങുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മുഖത്ത് സ്ഥിരമായി കാണാൻ തുടങ്ങുന്നുവെങ്കിൽ അത് വെറും പ്രായം കൂടുന്നു എന്നത് മാത്രമല്ല, ആ ഒരു ഏജിംഗ് പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നറിയാമോ? ഇത് പെർമനൻ്റ് അല്ല. നമ്മൾ പലപ്പോഴും ഏജിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ സയൻസ് പറയുന്നത് അതല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ് ലെവൽ, സ്ലീപ്പ്, ഫുഡ്, മെൻ്റൽ ഹെൽത്ത് ഇവയൊക്കെ മാറുമ്പോൾ മുഖത്തിൻ്റെ ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ഇന്ന് മുതൽ ചെറിയ ചേഞ്ചസ് തുടങ്ങുക. ഉറക്കത്തെ കുറച്ച് സീരിയസ് ആയി കാണുക. സ്ട്രെസ് ഉള്ളിൽ അടക്കി വെക്കാതെ മാനേജ് ചെയ്യാൻ പഠിക്കുക. ബോഡിക്കും മൈൻഡിനും ഒരു റെസ്റ്റ് കൊടുക്കുക. നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ ലക്ഷറിയായല്ല, ഒരു നെസസിറ്റി ആയിട്ട് കാണാൻ തുടങ്ങുക. കാരണം
ഏജിങ് എന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല. പക്ഷേ അതിനെ വളരെ വേഗത്തിലാക്കാതിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മുഖം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നത് അത് പതിയെ നിങ്ങളുടെ മുഖത്തും കാണാൻ തുടങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതൊക്കെ നമ്മുടെ മുഖത്തും വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.